ഹായ് ഫ്രണ്ട്സ്, സമദ് ഡയറി ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു പവർ ബാങ്കിന്റെ ബോർഡാണിത്. ഇപ്പൊ നമുക്ക് ഈ ബോക്സ് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കിയാൽ നമുക്കിത് ഈ ബോർഡ് സാധാ ബോർഡിൽ നിന്നും വ്യത്യസ്തമായ ബോർഡാണ് എടുത്തിട്ടോ. അപ്പൊ നമുക്കൊന്ന് ഇതൊന്ന് ഒന്ന് അയച്ചു നോക്കാം. നമുക്കിത് പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അവിടെ ബോക്സ് വലിയ ബോക്സ് ആയിരുന്നു, സാധനം ചെറുതാണ് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മൾ ബോർഡ് വരുന്നത്. നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. അപ്പോൾ കണ്ടോ, ഇതാണ് ഇതിന്റെ ബോർഡ്. കണ്ടില്ലേ, ചെറിയ വലിപ്പമുള്ളത്, വല്ല വലിപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്. കണ്ടില്ലേ, സാധാരണ നമുക്ക് പിന്നെ പവർ ബാങ്ക് മേലെ നമുക്ക് 4 LED കാണാം. ഒന്ന് 25, 50, 75, 100 അങ്ങനെ കാണാം. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് നമുക്ക് ഇതിൽ LED ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ 2 ഫോൺ നമുക്ക് ഒരേ സമയം 2 ഫോൺ നമുക്ക് ചാർജ് ചെയ്യാം. ഇതിൽ 2 ആംപിയറും 1.5 ആംപിയറും ആണ് വരുന്നത്. ഈ സെൻറ്ററത്തെ പിന്നെ ഇതാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇത് ആദ്യം ഒരു LED ഉണ്ടാവും, ടോർച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു LED ഉണ്ട് ഇതിന്മേലും ഒക്കെ. അത് നമുക്ക് ഇതൊന്ന് കണക്ഷൻ കൊടുത്ത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. ഇത് അതൊക്കെ ഈ 2 സൈഡിലായിട്ട് ഇവിടെ നമുക്ക് ബാറ്ററി ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതാണല്ലോ. ബാറ്ററി പോസിറ്റീവ്, ബാറ്ററി നെഗറ്റീവ്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു പവർ ബാങ്കിന് ബാറ്ററി നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണക്ഷൻ കൊടുത്ത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അവ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് പോസിറ്റീവാണ് ഇവിടെ വെക്കേണ്ടത് കേട്ടോ. അവിടെ ഒരിക്കലും മാറിപ്പോരുത്. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് നെഗറ്റീവായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളെ ബോർഡ് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കുമ്പോൾ ഇവിടെ ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് ഓൺ ആവും. കണ്ടല്ലേ, അവിടെ ടോർച്ച് ഓൺ ആവും. ഇനി ഒന്നുകൂടി ഞെക്കി കൊടുത്താൽ ടോർച്ച് ഓഫ് ആവും. ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടോർച്ച് ഓൺ ആവുള്ളൂ. കണ്ടില്ലേ. ഓക്കെ, 87% ചാർജ് ഉണ്ട് ഇതിൽ കേട്ടോ. ഇനി ഒന്നുകൂടി ഞെക്കി കൊടുത്താൽ നമ്മളെ ലൈറ്റ് ഓഫ് ആവും. ഓക്കെ, ഉണ്ടോ, 87% ചാർജ് ഉണ്ട്. ഇത് ഇനി നമുക്കിത് പിന്നെ ചാർജ് ചെയ്ത് നോക്കിയാലോ. നമുക്കിത് ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് എഴുതി കാണും. കണ്ടില്ലേ, ഇന്ന് കണ്ടില്ലേ. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 87% ചാർജ് ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് നമ്മൾ ഫോണുമായിരുന്നു കണക്ട് ചെയ്ത് നോക്കിയാലോ നമുക്ക്. ഓക്കെ, നമ്മളെ ഫോണുമേൽ കേബിള് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ കണക്ട് ചെയ്തു. ഇനി നമുക്കിത് നമ്മളിവിടെ 1, 2 ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് കുത്തി നോക്കാം. കണ്ടോ, ഇവിടെ ചാർജ് റെഡി കണ്ടില്ലേ, 48% ഉണ്ട്. ഇവിടെ കണ്ടെങ്കിൽ 2 ആംപിയർ കാണിക്കണേ. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതൊക്കെ 87% ചാർജിങ് ഉണ്ട് ഇതില്. പിന്നെ 5 വോൾട്ടില് 2 ആംപിയർ ആണ് ഇപ്പൊ ഇത് വർക്ക് ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് തന്നെ ദൂരെയാണ്, നേരെ താഴത്തെ കൊടുത്താല് കണ്ടോ, അപ്പോൾ എത്ര കാണിക്കണത് കണ്ടോ, 5 വോൾട്ട് 1 ആംപിയർ. കണ്ടല്ലേ, ഇത് ലൈറ്റ് ഓട്ടോമാറ്റിക് ഓഫ് ആവട്ടത്. കുറച്ചു നേരം ഇത് ലൈറ്റ് കത്തിക്കോളൂ, പിന്നെ നമുക്ക് ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതാണത്. കണ്ടോ, ഇപ്പോൾ ലൈറ്റ് ഓൺ ആയി. അപ്പോൾ നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടല്ലേ, 5 വോൾട്ട് 1 ആംപിയർ. കണ്ടല്ലേ. പിന്നെ ഇതിന് ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ പവർ ബാങ്കിന്റെ ബോർഡിനെ മെച്ചം എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ബാറ്ററിയിൽ എത്ര ചാർജിന് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടല്ലേ, സാധാ പവർ ബാങ്ക് മേലാണെങ്കിൽ പിന്നെ 25, 50, 75, 100 അങ്ങനെ 4 LED ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ചാർജ് എത്ര ഉണ്ട് നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണ്ടി ബോർഡ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീടിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ കയറി നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണത്. അതൊക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.